ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമ അപ്പുവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഒരുപാട് കരയുന്നുണ്ട്. എനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല എന്നൊക്കെ റിയാലിറ്റി ഷോ നടത്തുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്. അവരിപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പ്രോഗ്രാം കോടികൾ ചെലവാക്കി നടത്തുന്നതാണ്. മത്സരത്തിന് ശ്യാമയും മാനസയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ മറന്നിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചിന്തിക്കണമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ശ്യാമയുടെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവർ അവിടെ നിന്നും പോകുന്നു. ശ്യാമ അപ്പുവിന്റെ പേര് പറഞ്ഞിട്ട് വീണ്ടും കരയുന്നുണ്ട്. ആനന്ദ നിലയത്തിലെ എല്ലാവരും റിയാലിറ്റി ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഐശ്വര്യ ആണെങ്കിൽ പിന്നോട്ട് മാറുന്നുണ്ട്. ആ സമയത്ത് വസുന്ധരാമ്മ ചോദിക്കുന്നു, എന്തു പറ്റിയെന്നൊക്കെ. ഐശ്വര്യ അപ്പോൾ പറയാണ്, കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട എല്ലാവരും ആണെങ്കിൽ എന്നെ കാണുമ്പോൾ എന്തു വിചാരിക്കുമെന്നൊക്കെ പറയുന്നു. വസുന്ധരാമ്മ അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, ആരും അതൊന്നും ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യം കൂട്ടിയിട്ട് പോകുന്നു. അതേസമയം അശ്വതി മാറി നിന്ന് ഇവരെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ശ്രീകുട്ടിയെ കാണുന്നത് കൊണ്ട് അശ്വതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. എന്റെ മകളെ ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റില്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് റിയാലിറ്റി ഷോ നടത്തുന്ന കോർഡിനേറ്ററിൽ ഒരാൾ അഖിലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അഖിലിനോട് പറയുന്നുണ്ട്, ശ്യാമ ഒരുപാട് വിഷമത്തിലാണ്, റിയാലിറ്റി ഷോ തുടങ്ങാൻ സമയമായ, ശ്യാമയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. അഖിലാണെങ്കിൽ ഇപ്പൊ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ അടുത്തേക്ക് പോകുന്നു. അഖിൽ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഖിൽ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്ന്. ശ്യാമ അപ്പോൾ കരഞ്ഞുകൊണ്ട് അപ്പു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ജയന്തി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, ജയന്തി ഏട്ടത്തി പറഞ്ഞതല്ലേ, എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയണം, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് അച്ഛനും അമ്മയും അപ്പു ഒന്നും ഇങ്ങോട്ട് വരാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ കരയുന്നു. ഇനിയും എനിക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല, എനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ കരയുന്നുണ്ട്. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചു, അപ്പോൾ സർജറിക്ക് 25 ലക്ഷം വേണ്ടേ, അതാണെങ്കിൽ ശ്യാമ വിചാരിച്ചാൽ നടക്കും. ഈ പ്രോഗ്രാമിൽ ഫസ്റ്റ് കിട്ടുന്നത് 75 ലക്ഷമാണ്, അത് കിട്ടിയാൽ ശ്യാമയ്ക്കാണെങ്കിൽ ഉറപ്പായിട്ടും അപ്പുവിന്റെ കാര്യം ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ വീണ്ടും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അഖിൽ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അഖിൽ പറയുന്നുണ്ട്, നമ്മൾ എത്ര നാൾ കൊണ്ട് സ്വപ്നം കണ്ടതാണ് ഇതൊക്കെ, ഉറപ്പായിട്ടും താൻ പരിശ്രമിക്കണം, വിഷമിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും ശ്യാമ അപ്പുവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് റിയാലിറ്റി ഷോ തുടങ്ങുന്നു. അവതാരിക ജഡ്ജസിനെയെല്ലാം ഓരോരുത്തരെയായിട്ട് വിളിക്കുകയാണ്. 2 ജഡ്ജസിനെ വിളിച്ചതിന് ശേഷം മൂന്നാമത് GK സാറിനെ വിളിക്കുന്നതിന് മുമ്പ് അവതാരിക പറയുന്നുണ്ട്, GK സാർ ഒരു കണ്ടസ്റ്റന്റുമായിട്ട് ബന്ധമുണ്ടെന്നും പക്ഷാഭേദം കാണിക്കുമെന്നും ആൾക്കാർക്ക് സംശയമുള്ളത് കൊണ്ട് GK സാറിനെ മാറ്റുന്നുവെന്ന് പറയുന്നു. GK സാർ എഴുന്നേറ്റ് ജഡ്ജായിട്ട് ചെല്ലാൻ നേരത്താണ് ഇങ്ങനെ പറയുന്നത്. GK സാറിനും അതൊരു ഷോക്കാകുന്നു. അതുപോലെ ശ്യാമയ്ക്കും അഖിലിനും എല്ലാവർക്കും അതൊരു ഷോക്കാകുന്നു. ആ സമയത്ത് വസുന്ധരാമ്മ ഐശ്വര്യയോട് പറയുന്നുണ്ട്, ഇത് ശ്യാമയ്ക്ക് ആദ്യത്തെ ഷോക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന്, ഇനിയും അടുത്ത ഷോക്ക് ഉണ്ടെന്ന് പറയുന്നു. അവതാരക അതിനുശേഷം പറയുന്നുണ്ട്, GK സാറിന് പകരം ജഡ്ജായിട്ട് വരാൻ പോകുന്നത് വിസ്മയാണെന്ന്. അതിനുശേഷം വിസ്മയ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. വിസ്മയ സ്റ്റേജിലേക്ക് ജഡ്ജായിട്ട് വരുന്നത് കണ്ടിട്ട് അഖിലിനും ശ്യാമയ്ക്കും ആനന്ദവർമ്മയ്ക്കും എല്ലാവർക്കും ഷോക്കാകുന്നു. വസുന്ധരാമ്മ ഐശ്വര്യയോട് പറയുന്നുണ്ട്, ഇതാണ് എന്റെ 2ാമത്തെ ഷോക്കെന്ന്. പിന്നീട് കാണിക്കുന്നത് അപ്പുവിനെയാണോ. അപ്പു ആണെങ്കിൽ ഹോസ്പിറ്റലിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അപ്പു ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ശ്യാമേച്ചിയുടെ പാട്ട് കേൾക്കണം, എന്താണ് ചെയ്യുക എന്നൊക്കെ. ജയന്തി അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഒരു TV ഫിറ്റ് ചെയ്താൽ അപ്പുവിന് കാണാൻ പറ്റുമെന്നൊക്കെ. അപ്പു അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ചേച്ചിയുടെ പാട്ട് കേൾക്കണമെന്നൊക്കെ. പെട്ടെന്ന് അവിടേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടറിനോടും അപ്പു തന്റെ ആവശ്യം പറയുന്നു. അപ്പു ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അപ്പുവിന് വേണ്ടി ഒരു TV ഇവിടെ ഫിറ്റ് ചെയ്ത് തരാം, അപ്പു ചേച്ചിയുടെ പാട്ടൊക്കെ കേട്ടോളാം എന്ന് പറയുന്നു. അപ്പുവിന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. ഡോക്ടർ പോയതിനു ശേഷം ജയന്തി പറയുന്നുണ്ട്, നിന്റെ ചേച്ചി ജയിക്കാനൊന്നും പോകുന്നില്ല, മാനസയാണ് ജയിക്കാൻ പോകുന്നത്, നിന്റെ പേര് പറഞ്ഞ് ശ്യാമ അവിടെ കരച്ചിലായിരിക്കുമെന്നൊക്കെ പറയുന്നു. ജയന്തി പറയുന്നത് കേട്ടിട്ട് ശ്യാമയുടെ അച്ഛന് സംശയം തോന്നുന്നു. ശ്യാമയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ ശ്യാമയെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞോ എന്ന്. അരുന്ധതി പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു. ആ സമയത്ത് അപ്പു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശ്യാമേച്ചിയോടാണെങ്കിൽ ജയന്തി ഏട്ടത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുമെന്ന്. ഇനിയും എന്താണ് ചെയ്യുക എന്നൊക്കെ അപ്പു ആലോചിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് റിയാലിറ്റി ഷോയിൽ മാനസ പാട്ട് പാടുന്നു. മാനസ മനോഹരമായിട്ട് പാട്ട് പാടുന്നു. മനസ പാട്ട് പാടി കഴിയുമ്പോൾ ജയന്തി TVയിൽ കൂടെ കണ്ടതിന് ശേഷം പറയുന്നുണ്ട്, മാനസ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ. മാനസ പാട്ട് പാടിയതിനു ശേഷം ജഡ്ജസിനോട് മാർക്ക് ചോദിക്കുന്നുണ്ട്. മാനസയ്ക്ക് രേണുക മേഡം ഫസ്റ്റ് 10 മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം വിജി സാറു 9 മാർക്കാണ് കൊടുക്കുന്നത്.
അടുത്തതായിട്ട് വിസ്മയോട് അവതാരക ചോദിക്കുന്നുണ്ട് എത്ര മാർക്കാണ് കൊടുക്കുന്നതെന്ന്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്